ദൈവത്തിന്റെ സന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ, നിന്റെ കുടുംബ പ്രശ്നത്തിന്, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്, ദൂരത്തെവിടെയോ ജോലിക്കോ പഠനത്തിനോ പോയിരിക്കുന്ന നിന്റെ തലമുറയുടെ പ്രശ്നത്തിന് ഇന്ന് രാത്രി വചനമയച്ചൊരു സ്വാന്തനമല്ല, ഒരു വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അത്ഭുതം കാണട്ടെ. അവരിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് നിങ്ങളുടെ ഫോൺ കോളുകളിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ വരട്ടെ. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് വചന ശുശ്രൂഷ, വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് ഇടപെടുന്ന എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഈ പന്തലിന് കീഴെ വന്നവർക്കോ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഈ ശബ്ദം സ്തോത്രം അവരവരുടെ വീടുകളിൽ ഇരുന്നാണെങ്കിലും ശ്രദ്ധിക്കാൻ മനസ്സ് വയ്ക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആരെങ്കിലും, ദൈവഭക്തരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ ഇന്ന് രാത്രികാലം ദൈവത്തിന് ഒന്ന് സമാധാനിപ്പിക്കണമെങ്കിൽ ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും. ഇന്ന് രാത്രികാലം നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ സൗഖ്യമാക്കണമെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഉപയോഗിക്കുന്നത് സംശയിക്കേണ്ട ദൈവത്തിൻ്റെ വചനമായിരിക്കും. ഇന്ന് രാത്രി ആരെങ്കിലും മാനസാന്തരത്തിലേക്ക് നയിക്കുകയോ വീണ്ടും ജനിപ്പിക്കുകയോ കൃപയിലേക്ക് മടക്കി വരുത്തുകയോ ധൈര്യപ്പെടുത്തുകയോ തെറ്റിദ്ധാരണകളെ മാറ്റി സത്യത്തിൻ്റെ പാതയിൽ നിർത്തുകയോ എന്ത് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, അതിന് സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ വാക്കുകളായിരിക്കില്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമായിരിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് ആമീൻ പറയാൻ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി എത്ര ദൈവദാസന്മാര് ദൈവമക്കളും പറയും, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ദൈവം ഉപയോഗിക്കുന്ന രാത്രിയാകാൻ. ദൈവവചനത്തിന് ദൈവത്തെ പോലെ ശക്തിയുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇന്ന് രാത്രികാലം സ്തോത്രം വചനത്തിന് വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ അഭിമതം അനുസരിച്ച് രണ്ട് തലങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഒന്നാമത്തത് എഴുതപ്പെട്ട വചനമാണ്. എഴുതപ്പെട്ട വചനം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 66 പുസ്തകങ്ങളടങ്ങിയ സ്തോത്രം 31,173 വാക്യങ്ങളുള്ള മനോഹരമായിരിക്കുന്ന വിശുദ്ധ ബൈബിള്, സ്തോത്രം സുവിശേഷവും ചരിത്രവും സങ്കീർത്തനവും അപ്പോസ്തല പ്രവൃത്തിയും വെളിപ്പാടും പ്രവചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന 66 പുസ്തകമുള്ള വിശുദ്ധ ബൈബിൾ, അത് എഴുതപ്പെട്ട വചനമാണ്. അതിന് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ വിളിക്കുന്നത് ലോഗോസ് എന്നാണ്. ലോഗോസ്. ഏത് പ്രസംഗവും തുടങ്ങുന്നത് ലോഗോസിൽ നിന്നാണ്. എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിനും മറ്റൊരു പുസ്തകത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ദൈവത്തിൻ്റെ വചനത്തിനുള്ളത്. ആവശ്യക്കാർ ഇതിന് നടുവിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഈ പ്രദേശത്തൊന്നും ആയിരിക്കുകയില്ല, ദൂരത്തെവിടെയോ ഇരുന്ന് ഭാഗ്യവശാൽ പിടവൂർ IPC ക്രമീകരിച്ച യോഗത്തിൽ കയറാൻ നിങ്ങൾക്ക് എങ്ങനെയോ സ്ട്രോൾ ചെയ്ത് വന്നപ്പോൾ ഇതിനകത്ത് കയറാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ആരംഭിക്കുന്ന വചനം കടലുകൾക്കക്കരെ ഒരാവശ്യക്കാരനോ ആവശ്യക്കാരിയായി നിങ്ങൾ ഇരുന്നാൽ എഴുതപ്പെട്ട വചനം അയക്കപ്പെടുന്ന വചനമായി മാറുമെന്ന് ഈ പുസ്തകം സാക്ഷീകരിക്കുന്നു. അയക്കപ്പെട്ട വചനത്തിന് തിരുവെടുത്ത് പറയുന്നത് റേമ എന്നാണ്. സ്തോത്രം. തത്വത്തിൽ വചന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിലെ വചന ശുശ്രൂഷ ഒരു കഥ പറച്ചിലല്ല, ചരിത്രം പറച്ചിലല്ല, സ്തോത്രം ഏതെങ്കിലും പ്രത്യേക ഭാഷയിൽ നിന്ന് നടത്തിയെടുത്ത് ചില പ്രയോഗങ്ങൾ കൂട്ടിവെച്ച് പറയുന്ന ഏതെങ്കിലും സ്തോത്രം സന്ദേശത്തിൻ്റെ കാതലായിരിക്കുന്ന എന്തെങ്കിലും ഭാഗവുമല്ല. വചന ശുശ്രൂഷയുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ ലോഗോസ് റീമയായി മാറുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം തൻ്റെ വചനം അയക്കും. സ്തോത്രം. അല്ല, നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഞാൻ അയക്കുന്ന എൻ്റെ വചനം അത് പോയതുപോലെ മടങ്ങി വരില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ എഴുതിയ വചനമെന്നല്ല, ഞാൻ പറഞ്ഞ വചനമെന്നല്ല, ഞാൻ അയക്കുന്ന എൻ്റെ വചനം. അയക്കുന്ന വചനത്തിന് റീമയെന്നാണ് വിളിക്കുന്നത്. ദൈവം തൻ്റെ റീമ അയച്ചാൽ അതിനൊരു ദൗത്യമുണ്ട്, പോയതുപോലെ മടങ്ങി വരില്ല. എത്ര പേര് ഇന്ന് രാത്രി അധരം അടയ്ക്കാതെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കുഞ്ഞിനെ വിവാഹം ചെയ്തയച്ച നാട്ടിലേക്കോ വീട്ടിലേക്കോ ഇവിടെ ഇരുന്ന് അമ്മ സ്വോത്രം പറഞ്ഞാൽ, അപ്പൻ സ്വോത്രം പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം കണ്ണീരിൻ്റെ പുറകിൽ വചനം അയക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഇന്ന് രാത്രി നിങ്ങളെ സ്തോത്രം പറയിപ്പിക്കാനല്ല, ഇവിടെ ചിലത് സംഭവിക്കണം. നീണ്ട നാളത്തെ കണ്ണീരിന്റെ പുറകിലെ വേദനകൾക്ക് പരിഹാരം വരുത്താൻ ഒരു വചന ശുശ്രൂഷ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് അമിത വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാം മറന്ന് സ്തുതിച്ചേക്കണം. സ്വർഗം അത് ചെയ്യാനിടയാക്കണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിന് നന്ദി. ഞങ്ങളുടെ ശരീരത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ അനുഭവിക്കുന്നത് പോലെ ഇതിനകത്ത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
അങ്ങ് ഇവിടെ ഉണ്ടെന്ന്, അങ്ങ് ഇതിൻ്റെ നടുവിൽ നടകൊള്ളുന്നുണ്ടെന്ന്. ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം വിരിച്ചിട്ട കസേര നിറച്ചാള് വന്നതിനേക്കാൾ, പ്രഭാഷകൻ സമയത്തെത്തിയതിനേക്കാൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം അങ്ങ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് കർത്താവേ. ഇന്ന് ഞങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്നു, അങ്ങിവിടെ ഉണ്ട്, അങ്ങിവിടെ ഉണ്ട്. പിടവൂര് സൈന്യാധിപനെ പോലെ പരിവാര സമേതം അങ്ങിറങ്ങി വന്നിട്ടുണ്ട്. ദൈവസഭയുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി കൊടുക്കാനും 2023 സ്വർഗം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ നടുവിൽ കിട്ടിയത് കൊണ്ട് നിറവേറ്റി കൊടുക്കാനും ഈ സെന്ററിനോടും ഈ സഭയോടും കർത്താവിൻ്റെ വിശ്വസ്തത നിറവേറ്റാനും അങ്ങിവിടെ ഉള്ളതിനായി സ്തോത്രം. തുടർന്നുള്ള വചനത്തിലൂടെ ദൈവം അത് തെളിയിക്കണേ കർത്താവേ. ഇരിക്കുന്നിടം മറന്ന് ആരാധിച്ചങ്ങളുടെ മഹത്വം വർണ്ണിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ചെറിയ വാക്യത്തിൽ നിന്നാണ് ഈ രാത്രി ആത്മീക സന്ദേശം പങ്കുവെക്കാൻ ഇവിടേക്ക് പോരുന്നതിനേക്കാൾ മുമ്പ് മനസ്സൊരുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ പ്രേരിപ്പിച്ചത് ഉച്ചഭാഷണിൽ കൂടെ വായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദയവായി വിശുദ്ധ ബൈബിൾ തിരുവചനത്തോടുള്ള ആദര സൂചകം എല്ലാവരും നിവർത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം നമ്മളെ വായിച്ചു കേൾപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു കേൾപ്പിക്കും. ദയവായി വാക്യം വായിക്കുമ്പോൾ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മതി, സ്തോത്രം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ആ വാക്ക് മനസ്സിരുത്തി ചിന്തിച്ചാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന വാക്കാണ്. ഞാനത് വിശദീകരിക്കാം എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വാചകങ്ങളിലൂടെ പ്രൗഢമായിരിക്കുന്ന ഈ സുവിശേഷം ആരംഭിക്കുമ്പോൾ എഴുത്തുകാരനെ കൊണ്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. അതിനുപയോഗിച്ചൊരു പ്രത്യേക പ്രയോഗമാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. അങ്ങനെ ഒരു വെളിച്ചമുണ്ട്. അത് പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഉണ്ടെന്നല്ല, ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ല, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അതിവിടെ ഇല്ലായിരുന്നു. പക്ഷേ അത് സ്തോത്രം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോഴും ഈ വാക്യത്തിൻ്റെ ഉള്ളറകൾ കീറി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കും ഇവിടെ വന്നില്ലെങ്കിലും ഈ ശബ്ദവീചിയിലൂടെ ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ദൈവമക്കൾക്കും വേണ്ടി എളിയ കർത്തൃദാസൻ എന്ന നിലയ്ക്ക് എൻ്റെ തന്നുവിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം എവിടെ ഇരുന്നാലും ഏത് മനുഷ്യനാണെങ്കിലും, അതാ ഏത് മതത്തിലോ ഏത് കുടുംബത്തിലോ ഏത് പശ്ചാത്തലത്തിലോ ജനിച്ചാലും നിങ്ങൾ മനുഷ്യനായിരുന്നാൽ മതി. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നൊരു സത്യ വെളിച്ചമുണ്ട്. ഇന്ന് രാത്രി ആ വെളിച്ചത്തെ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയാൽ എൻ്റെ മനസ്സ് പറയുന്നു ആ വെളിച്ചം ഇവിടെ നിന്ന് പ്രവർത്തിച്ചോളും. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി സന്ദേശം കഴിയുമ്പോഴേക്കും പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വെളിച്ചത്തിൻ്റെ ഒരു പോരായ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ പ്രസംഗം വിജയിച്ചു. എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. നിങ്ങളിനി കൈയടിച്ചാലും സ്വോത്രം പറഞ്ഞാലും ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സിനകത്ത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് അനുഭവിക്കുന്ന വലിയ പ്രശ്നം, നിങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞു വലിയ പോരാട്ടമാണ് ആൻറ്റി, വലിയ പ്രശ്നമാണ് ചാച്ച, സ്തോത്രം, ഭയങ്കര പ്രതിസന്ധിയാണ്, ഇത് എങ്ങനെ ഒന്നും പോരിയല്ല, ഇത് കുറേ വെള്ളിയാഴ്ച ഉപവാസം എടുക്കണം, ഇത് വലിയ 4-ാം വേദമാണ്, കെട്ടാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന വിഷയം എന്തുവാകട്ടെ, പക്ഷെ ഈ സന്ദേശം കഴിയുമ്പോഴേക്കും മല പോലത്തെ പ്രശ്നമുണ്ടെങ്കിലും തൊട്ടാൽ കനീഭവിക്കുന്ന ഇരുട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ദൈവം തന്നുവിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ഏത് കുടുംബത്തിനും ആവശ്യമുള്ള ഈ വെളിച്ചം എൻ്റെ കുടുംബത്തിൽ കയറിയാൽ എൻ്റെ വിഷയം തീർന്നു എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയാൽ അതിന് എന്നോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പന്തലിന് കീഴെ സഹായിച്ചാൽ
നമ്മളിൽ പലരും ഇന്ന് രാത്രി പ്രശ്നം തീർന്നവരായി മടങ്ങിപ്പോകും. അത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശിഷ്യ ഈ യോഗത്തിന്റെ സംഘാടക പദവിയിൽ നിൽക്കുന്ന സഭയും ദൈവദാസന്മാരും ദൈവമക്കളും ഈ നാട്ടിൽ ആത്മാക്കളുടെ വിടുതലും സ്തോത്രം ജനത്തിന്റെ ഉണർവും പ്രതീക്ഷിക്കുന്നവർ, നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ചിലർക്കെങ്കിലും തോന്നണം, ഈ വെളിച്ചം ഞങ്ങളുടെ വീട്ടിൽ വേണം. വിഷയത്തിന്റെ ഗൗരവ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം മറ്റു ചില സുവിശേഷങ്ങളെക്കാൾ കുറച്ചുകൂടെ പ്രൗഢമാണെന്ന് വേദപുസ്തക പഠിതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മുഖവരകളില്ലാതെ ആമുഖങ്ങളില്ലാതെ പരിചയപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ കർത്തവ്യം. അത് നിറവേറ്റുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ പിന്നാമ്പുറങ്ങളോ ജന്മസ്ഥലങ്ങളോ ജനിപ്പിച്ചവരെക്കുറിച്ചോ അതിൻ്റെ പുറകിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതെ തൻ്റെ ദൈവത്വത്തെ പ്രകീർത്തിക്കുകയാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒട്ടുമിക്കവാറും 11 വാക്യങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിരിക്കുന്ന പദങ്ങൾ കൊണ്ട് യേശുവിനെ അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം. 12-ാമത്തെ വാക്യത്തിനകത്താകട്ടെ 1:12 ഇത്ര ശക്തനായ യേശുവിനെ ഒരു മനുഷ്യൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് 12-ാം വാക്യത്തിൽ. ഇതെല്ലാം ഓരോ വിഷയങ്ങൾ ഓരോ രാത്രിയിലും പറഞ്ഞാൽ ബോധ്യമാക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ സ്തോത്രം സന്നിഹിതരായിരിക്കുന്ന ഈ സദസ്സിൽ തുടർമാനമായി ആളുകളെ ബോധിപ്പിച്ച് അവരെ സത്യത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാതെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട വാക്കുകൾ 11 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ, ഇപ്പം ഇരുന്ന് വായിക്കരുത് കേട്ടോ, സ്തോത്രം, പിന്നെ വായിക്കണം. ഇപ്പം ഇരുന്ന് വായിച്ചാൽ പ്രസംഗം അപ്പം തീരും, നിങ്ങൾക്ക് അതും കിട്ടിയാല ഇതും കിട്ടിയാല. അപ്പം അതൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്ന ഗ്രഹിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു കൊച്ചു പേനയുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അടിയിലൊക്കെ മാത്രം അടിവരയിട്ടിട്ട് നാളത്തെ സഭായോഗം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്തിരുന്ന് വായിച്ചാൽ, ഇത് മനസ്സിലിട്ടുകൊണ്ട് വായിച്ചാൽ ഇത് കുറേയും കൂടി ഗ്രഹിക്കാൻ പറ്റും. 3 പ്രത്യേക വാക്കുകൾ ഈ സ്തോത്രം 11 വാക്യത്തിനകത്ത് കാണും. 1 ജീവൻ എന്ന വാക്ക്, 2 വെളിച്ചം എന്ന വാക്ക്, 3 ഇരുട്ടെന്ന വാക്ക്. ഈ 3 വാക്കുകൾ സുപരിചിതമാണ്. അപരിഷ്കൃത യുഗം മുതൽ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ അത്യാധുനികമായിരിക്കുന്ന ഈ സൂപ്പർസോണിക് യുഗത്തിൽ വരെയുള്ള ആളുകൾക്ക് ഡിക്ഷണറി ഇല്ലാതെ, ഈ കുഞ്ഞുങ്ങൾ മുതൽ എത്രയും പ്രായമുള്ള ആളുകൾ വരെയും ബുദ്ധിക്ക് നിരക്കുന്ന ഏതു മനുഷ്യനും അഭ്യസ്ത വിദ്യയുള്ളവന് ഇല്ലാത്തവനൊക്കെ മനസ്സിലാകുന്ന സരളമായിരിക്കുന്ന വാക്കുകളാണ് ജീവൻ, ഇരുട്ട്, വെളിച്ചം എന്നുള്ള വാക്ക്. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, വേദപുസ്തകം കൈകാര്യം ചെയ്യുന്നത് സ്തോത്രം നിത്യതയെ സംബന്ധിക്കുന്ന സ്വർഗീയമായ അഭൗമികമായിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു ഇവിടെ വന്നത് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. മനുഷ്യൻ 10, 70, 80 വർഷം ഭൂമിയിൽ ജീവിച്ചൊരു ഭൗമിക ജീവിയായി തീർന്ന് മണ്ണിൽ അലിഞ്ഞു തീരുകയോ തീക്കകത്ത് ചാരമായി തീരുകയോ ചെയ്യേണ്ടവനല്ലെന്നും ഇതിനപ്പുറം നമ്മളുണ്ടെന്നും ബോധിപ്പിക്കാൻ വേണ്ടി വന്നവനാണ് യേശുക്രിസ്തു. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് സുവിശേഷ പ്രഭാഷകർ. ഇന്ന് രാത്രിയിലും ആത്യന്തിക ലക്ഷ്യം, ഇതിനിടയിൽ പ്രയാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആത്യന്തിക ലക്ഷ്യം 80 കൊല്ലം കൊണ്ട് ഈ ജീവിതം തീരെയല്ല, ഇതിനപ്പുറം പലതുമുണ്ട്. അവിടെ അപാരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഭൂമിയിലെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും ലളിതമായ ഭാഷ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ചു. ഏറ്റവും വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വാക്ക് സ്തോത്രം ഭാഷ. ജീവൻ എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന ആർക്കറിയാൻ വയ്യാത്ത, യേശുക്രിസ്തുവിൻ്റെ കൈവശം ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് സ്തോത്രം ഇവിടെ എഴുതി. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. 4:5 എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, യേശു ഇവിടേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിൽ സ്തോത്രം വിടുതലുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് തരാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്മാനപ്പൊതി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. യോഹന്നാൻ പറയുന്നു, യേശുവിൻ്റെ കൈവശം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ജീവൻ, ആ വാക്ക് വേദപുസ്തകത്തിൽ വിശിഷ്യ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല ഭാഗത്ത് വരുന്നുണ്ട്. ജീവൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം, ഒറ്റ വാക്കിൽ പറയാം. എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, വളരെ സുന്ദരമാണ്. വളരെ വിശദമാക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം പറയാം. സ്തോത്രം, നമ്മുടെ സൃഷ്ടി, നമ്മുടെ മനുഷ്യ ശരീരം അത്ഭുതവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നു. സ്തോത്രം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അപാരമാണ്, അത്ര ശക്തമാണ് സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യ ശരീരത്തെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നത്. സ്തോത്രം, നമ്മുടെ
തലച്ചോറും നമ്മുടെ കണ്ണും നമ്മുടെ ആന്തരിക ബാഹ്യ അവയവങ്ങളും എല്ലാം അപാരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ചർച്ചിലുള്ള ഡോക്ടേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അവർ MBBS ഒക്കെ പഠിച്ച് MD ഒക്കെ എടുത്തവരല്ലേ, കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അറിയാവുന്ന രീതിയിൽ ശ്രോത്രം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ജീവനെ തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയാം. ശ്രോത്രം അവർ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ തലച്ചോറ് ഒരു 11 വാട്ട്സിൻ്റെ CFL ലാമ്പ്, അന്ന് CFL ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റൊക്കെ മാറി ശ്രോത്രം LED ആയി. 11 വാട്ട്സിൻ്റെ CFL ലാമ്പ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി ശ്രോത്രം ഓരോ നിമിഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ തലച്ചോറിനകത്ത്. ശ്രോത്രം അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ജനറേറ്ററാണ്, അതിൽ തന്നെ ആ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശ്രോത്രം നമ്മുടെ കണ്ണുകൾ 2 ലോകത്തിൽ ഇന്ന് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മത്സരത്തിൽ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ ഒക്കെ വലിയ മൊബൈൽ, അതിൻ്റെ അത്യാധുനിക സൗകര്യങ്ങൾ. ഈ പിള്ളേരൊക്കെ പറയുന്നു, പിള്ളേരുടെയൊക്കെ ഏറ്റവും വലിയ ഹരം ഇതിൻ്റെ പുറകിലെ ഈ ക്യാമറയാണ്. സ്തോത്രം, ഇതിനകത്ത് തന്നെ 3, 4, 5 ഉണ്ട് ഇപ്പോഴും നോക്കുന്നത്. സ്തോത്രം, ഇതുപോലെ 8, 10 ക്യാമറയുള്ളതുണ്ട്. അതിനവർ പറയുന്ന ഭാഷ മെഗാ പിക്സൽ എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും സുതാര്യമായ സുന്ദരമായ ക്ലാരിറ്റിയിലൊക്കെ ഒരു വസ്തുവിനെ ഒപ്പിയെടുത്ത് അതുപോലെ തന്നെ ഹൈ ഡെഫിനിഷനിൽ കാഴ്ചവെക്കാൻ പറ്റുന്നതിന് വില കൂടും. അതൊക്കെയാണ് സ്തോത്രം വിവിധ ആംഗിളിൽ കിട്ടത്തക്ക രീതിയിലേക്ക് ഒത്തിരി പറയാൻ പോലും എനിക്കറിയില്ല. അതുപോലെയുള്ളതാണ് സ്തോത്രം ക്യാമറ. മനുഷ്യൻ്റെ 2 കണ്ണുകൾ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ ഏത് സൂപ്പർ കമ്പനിയുടെ മെഗാ പിക്സൽ ക്യാമറകളെക്കാൾ സർവശക്തനായ ദൈവം നമുക്ക് നമ്മുടെ നെറ്റിയിൽ സൃഷ്ടിക്കപ്പെട്ട് തന്ന ഈ 2 കണ്ണുകൾ ഉലകത്തിൽ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ കഴിയാതെ വണ്ണം വസ്തുതകളെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഇത്ര വലിയ ക്യാമറ ലോകത്തിൽ വേറെ ഇല്ല, ഇനി ഉണ്ടാകില്ല. അതുപോലെയാണ് കണ്ണിന്റെ സിസ്റ്റം. അത് മാത്രം പഠിക്കുന്ന ആളുകൾക്ക് ആ കാര്യം മനസ്സിലാകും. സ്തോത്രം, ഹല്ലേലൂയ. അത്ര അത്ഭുതകരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മൈൻഡ്, നമ്മുടെ സ്തോത്രം മനസ്സ്, നമ്മുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഈ ചർച്ചിനോടത്തോളം വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ്, അതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതിന് സ്തോത്രം കണക്കുകളുണ്ട്. ഇത്രയും വലിയ ചിപ്പിൽ തന്നെയൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ കരുതി വെക്കാൻ പറ്റുന്നത്. സ്തോത്രം, എനിക്കതിൻ്റെ കണക്കൊന്നും പറയാൻ അറിയില്ല. ഇത്രയും വലിയൊരു കെട്ടിടത്തിനകത്തൊരു ചിപ്പാന്ന് വിചാരിക്ക്, അതിനകത്ത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്നിടത്തോളം സംഭവമെങ്കിലും മനുഷ്യന്റെ മനസ്സിനകത്ത്, ബുദ്ധിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലാണ് ദൈവം നമ്മുടെ ബുദ്ധിയും മനസ്സൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു 2% പോലും സ്തോത്രം ഉപയോഗിക്കാതെയാണ് പലരും കടന്നു പോകുന്നതെന്ന്. ഇതൊന്നും പറയാനല്ല ഞാനിത് പറയുന്നത്. സ്തോത്രം, നമ്മുടെ ശരീരത്തിൽ വിവിധ ഗ്രന്ഥികളുണ്ട്, ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ആസിഡുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, അങ്ങനെ പലതും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരു തമാശ രൂപത്തിൽ ചോദിച്ചപ്പോൾ, നമ്മൾ ഇൻസുലിൻ എടുക്കുന്നു, ഷുഗറിന് വേണ്ടി, തൈറോയിഡിന് വേണ്ടി ഗുളിക കഴിക്കുന്നു, അങ്ങനെ പലവിധ ഗ്രന്ഥികൾക്ക് വേണ്ടിയൊക്കെ ഡെയിലി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സ്തോത്രം നമ്മുടെ ശരീര പ്രക്രിയകൾ മറ്റു രീതിയിൽ താളം തെറ്റുമ്പോൾ BP-ക്ക് വേണ്ടിയും ഷുഗറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഗുളികകൾ ഒരു ദിവസം ശരീരത്തിൻ്റെ ഗ്രന്ഥികൾ ഉൽപാദനം നിർത്തിയാൽ അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് മരുന്നായിട്ടോ ഇൻസുലിനായിട്ടോ കഴിച്ചാൽ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്ന ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഫാർമസി റിലേറ്റഡ് ആയിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് 15,000 രൂപയെങ്കിലും ചെലവാകും. അതിനിന്ന് രാത്രി നല്ലൊരു സ്തോത്രം പറയണം. കാരണം ഇന്ന് വൈകുന്നേരം ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് 15,000 രൂപയുടെ ഇൻസുലിനും ഗുളികയും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിച്ചെങ്കിലേ നമ്മൾ നേരെ നിൽക്കുമായിരുന്നുള്ളൂ. നമ്മൾ അറിയാതെ സ്വർഗം നമ്മുടെ ശരീരത്തിനകത്ത് അത് ഉൽപ്പാദിപ്പിച്ച് തന്നതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറഞ്ഞോ പറയാതെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ജീവിച്ചിരിക്കുന്നെങ്കിൽ, ഇതൊക്കെ നമ്മുടെ അകത്ത് ദൈവം ഉണ്ടാക്കി തരികയാണ്. അതുമല്ല വിഷയം, ജീവനാ വിഷയം. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ഈ പറയപ്പെട്ട സകല സംഭവങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് ജീവൻ എന്ന എനർജി കൊണ്ടാണ്. ഇവിടെ വീണ് ഷാജി പാസ്റ്ററുടെ ജീവൻ പോയാൽ, ഞാൻ ഈ പറഞ്ഞ ഈ കണ്ണുകൾ ഇത് ചില മിനിറ്റുകളോ ചിലപ്പോൾ മണിക്കൂറുകളോ കഴിയുമ്പോൾ ഇത് ഉപയോഗശൂന്യമായി പോകും. 11 വാട്ട്സിന്റെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന തലച്ചോറ് ജീവൻ പോയാൽ ഡെഡായി പോയി. നമ്മുടെ ഹാർട്ടും ഈ ഗ്രന്ഥികളെല്ലാം. അപ്പോൾ വാസ്തവത്തിൽ ജീവൻ എന്ന് പറയുന്ന ഒരു എനർജി അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സ്തോത്രം, ഇവിടെ ഈ ലൈറ്റുകളും ഈ ക്യാമറയും ഈ കീബോർഡും ഈ പാട്ടും ഈ മൈക്കും ഈ ലൈറ്റുകളും ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എവിടെ നിന്നോ സ്തോത്രം ഇവിടെ വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഇതിനെ മുഴുവൻ സജീവമാക്കുന്നത്. എൻ്റെ ഈ ശബ്ദം എവിടെ വരെ ചെല്ലുന്നു അവിടെ വരെ എത്തിക്കുന്നത് ഇതിൻ്റെ പുറകിലെ എനർജിയാണ്, ഇലക്ട്രിസിറ്റിയാണ്.
എന്നതുപോലെ ജീവൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മെ സജീവമാക്കുന്നത്, നമ്മെ നിവരെ നിർത്തുന്നത്, എൻ്റെ ഈ കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, എൻ്റെ പ്രസംഗത്തിനിടയിൽ ശരീരഭാഷ കൊണ്ട് കരമുയർത്തിയോ നിങ്ങളുടെ നേരെ കരം നീട്ടിയോ ഇതൊക്കെ പറയിപ്പിക്കുന്നത്, ഇതിന്റെ പുറകിലെ പവർ എന്ന് പറയുന്നത് ജീവനാണ്. ഹല്ലേലൂയ. ഇതെനിക്ക് ഭൂമിയിൽ എത്ര ആവശ്യമാണോ അതിനേക്കാൾ ആവശ്യമാണ് തിരിച്ചറിവ് പ്രാപിക്കുമ്പോൾ. സ്വത്ര ഈ വചനത്തിൽ യോഹന്നാൻ എഴുതിയ അവൻ ജീവനാണ്, അവന്റെ കയ്യിൽ ജീവനുണ്ട്. യോഹന്നാൻ പറഞ്ഞ മറ്റു പല വാക്കുകൾ ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് വെറുതെ ജീവൻ ഉണ്ടാകാനല്ല, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, കൂടുതൽ വ്യാഖ്യാനിച്ച് നിൽക്കാനുള്ള നേരമില്ല. ഒറ്റ വാക്കിൽ മനസ്സിൽ കിടക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇന്ന് രാത്രി മരിക്കാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് വരെയും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടത്, തിരിച്ചറിവിനുള്ളത്, അത്യാവശ്യം പഠനത്തിനുള്ളത്, യാത്ര ചെയ്യാനുള്ളത്, വണ്ടി ഓടിക്കാനുള്ളത്, ഇതിനൊക്കെയുള്ള ജീവൻ ഇന്ന് രാത്രികാലം വരെ നമുക്ക് കിട്ടി. എന്നാൽ ഇതിനപ്പുറം ഒന്നുണ്ട്. അന്ധകാര ശക്തിയോട് പോരാടാൻ, നിനക്ക് നേരെ നിൽക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാൻ കഴിയുന്ന, നിന്റെ ജീവിതം സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കിട്ടിയതല്ല, കടിച്ച ആഹാരത്തിൽ നിന്ന് കിട്ടിയതല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മരുന്നിന്റെ കുറിപ്പടി തന്നാ മതിയല്ലോ. അതിവിടെ മരുന്നിൽ കിട്ടില്ല, ആഹാരത്തിൽ കിട്ടില്ല, യൂണിവേഴ്സിറ്റിയിൽ കിട്ടില്ല, അമ്മയുടെ രക്തത്തിൽ നിന്ന് കിട്ടിയില്ല. അതല്ലാത്തൊരു ജീവനുണ്ട്. ആ ജീവൻ യേശുവിങ്കൽ മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ ജീവൻ യേശുവിൽ മാത്രമേ ഉള്ളൂ എന്ന്. വാക്യങ്ങളെല്ലാം കൂടി എടുത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്ക്, ആ ജീവൻ യേശുവിലുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ തുഴഞ്ഞിട്ടും അക്കര കയറാത്തതുപോലെ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തവരല്ല, നിങ്ങൾ വേദപുസ്തകം വായിക്കാത്തവരല്ല, നിങ്ങൾ ഭക്തരല്ലെന്ന് പറയാനല്ല ഞാൻ വിടവൂരി വന്നത്. ദൈവാത്മാവെന്നെ ഈ പുൽപ്പിറ്റിൽ പ്രേരിപ്പിക്കുന്നത്, സ്തോത്രം, കർത്താവിന് പ്രിയമുള്ള പലരും ഇവിടെയുണ്ട്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിനെ പോലെ ദാനം കൊടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദർശനം കാണുന്നവരും ദൈവദാസന്മാരെ സ്വീകരിക്കുന്നവരൊക്കെ ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. അവരോട് പറയാം, ദൈവസ്നേഹത്തിന്റെ ദൂത് സ്വർഗം എന്റെ വായി തരുന്നത് ഞാൻ പറയാം. കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ കേൾക്കുകയും നന്ദി ഉണ്ടെങ്കിൽ സ്തോത്രം പറയുകയും ചെയ്യണം. നിങ്ങളുടെ പ്രശ്നം സ്വർഗം അറിഞ്ഞു, നിങ്ങളുടെ വേദന ദൈവം അറിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത് 10 സെന്റ് സ്ഥലമല്ല, നിങ്ങൾക്ക് വേണ്ടത് വീട് പണിയാനുള്ള കാശല്ല, നിങ്ങൾക്ക് വേണ്ടത് പിടിച്ചു നിൽക്കാനുള്ള ജീവനാണ്. ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വെല്ലുവിളിക്കുന്ന ചില ശക്തിയുടെ മുമ്പിൽ യേശു പറയുന്നു, യോഹന്നാൻ എഴുതിയത് പറയുന്നു, അവന്റെ കയ്യിൽ നിങ്ങൾക്കുള്ള ജീവനുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവിടെ എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക, ദൈവമേ, യേശുവേ, ഈ ജീവൻ അങ്ങയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഇത് ഈ ഭൂമി കിട്ടത്തില്ല. ഞാൻ ശ്വാസം വലിക്കുന്നുണ്ട്, എനിക്കറിയാം, എന്നെ നെഞ്ചടിക്കുന്നുണ്ട്, എനിക്കറിയാം, അതിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവൻ. പക്ഷേ ജീവിതം വിജയിപ്പിക്കാനുള്ള ജീവൻ, ജീവിതം കരപറ്റിക്കാനുള്ള ജീവൻ, അത് കഴിച്ച ആഹാരത്തിലില്ല. അതുകൊണ്ട് നിന്റെ മുഖം വാടി, നീ തകർന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി, ആത്മഹത്യക്ക് വരെ മനസ്സ് പറഞ്ഞു. അതിനി ഉണ്ടാകാതിരിപ്പാൻ യേശു കൊണ്ടുവന്ന ജീവൻ, ആ ജീവൻ അവന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ആര് സ്വീകരിക്കുന്നു അവരെ യേശു ആ ജീവൻ തന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവനല്ല ഇന്ന് രാത്രി പ്രസംഗിക്കേണ്ടത്, അതായിരുന്നെങ്കിൽ ഞാൻ 4-5 വാക്യം വായിച്ചേനെ. പക്ഷെ ആത്മാവിനെ പ്രേരിപ്പിച്ചത് 9-ാം വാക്യമാണ്. അതിനകത്ത് ജീവനല്ല, അതിനകത്ത് വെളിച്ചമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെളിച്ചമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മോളിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി എടുത്തെഴുതിയിട്ടുണ്ട്, അവൻ വെളിച്ചമല്ലായിരുന്നു. സ്തോത്രം. പല മഹാരഥന്മാരും നല്ലവരൊക്കെ വന്നു പോയിട്ടുണ്ട്, പക്ഷെ അവരാരും വെളിച്ചമല്ലായിരുന്നു. വെളിച്ചമായി ഇവിടെ വന്നവൻ യേശു മാത്രമാണ്.
ഭാരതത്തിലെ പഴയ ഭക്തിയുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ പഴയ പ്രസംഗികരൊക്കെ പ്രസംഗിക്കുന്നതിനിടയിൽ അവർ പാടാറുള്ള ഭാരതീയ ശ്ലോകമൊക്കെ ഉണ്ട്. അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് മുനിവരന്മാർ പോലും പ്രാർത്ഥിച്ച പഴയ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഇതൊക്കെ മനുഷ്യൻ അനിവാര്യമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. നല്ലത് ലോകത്തിൽ മതങ്ങളിലോ മറ്റെങ്ങുമില്ലാതിരുന്നു. പക്ഷേ ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള യോഗത്തിലോ ഇതുപോലത്തെ പ്രാർത്ഥനയിലോ ഇതുപോലത്തെ ക്രമീകരണമോ അല്ലെങ്കിലും ഏതെങ്കിലും ഇതുപോലെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ ഇവിടെ സഹധർമ്മിണിയുമായിട്ട് കർത്താവ് ഏൽപ്പിച്ച് ആത്മഭാരം കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ കോളിൻ ബെല്ലടിച്ച് നിങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കയറ്റിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനും സത്യം പറയാനും തുടങ്ങുമ്പോൾ നിങ്ങളറിയാതെ നമ്മളറിയാതെ നിങ്ങൾക്ക് മനസ്സ് വെക്കാൻ തയ്യാറാണെങ്കിൽ ആ കുടുംബത്തിലേക്ക്, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം, ഈ പറയുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, അതിന്റെ കൈമാറ്റം നടക്കുന്ന ഒരു വേളയാണ് സുവിശേഷം പങ്കുവെക്കുന്ന സമയം, പ്രാർത്ഥന നടക്കുന്ന സമയം, ദൈവ സാന്നിധ്യമുള്ള സമയം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അത് സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം പറ. വെളിച്ചം വരട്ടെ. വെളിച്ചം, ഇരുട്ട് എന്ന വാക്ക് വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കാണാൻ കഴിയുന്നു. ഇരുട്ട് എന്നൊരു വാക്കിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുട്ടെന്ന് പറയുമ്പോൾ ഈ സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്താൽ, ഈ കറണ്ട് ഇവിടെ നിശ്ചലമായാൽ ഇവിടെ രാത്രി ആയതുകൊണ്ട് ഇരുട്ടുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്തോത്രം ഒന്നാണ് ഇരുട്ട്. ആ ഇരുട്ടല്ല ഇവിടെ പറയുന്നത്. ചില തെളിവുകൾ ഞാൻ പറയാം. ഇരുട്ടിനെ കുറിച്ച് ഇവിടെ പറയുന്ന ചില തെളിവുകൾ ഞാൻ നിങ്ങളോട് പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് ഗലീല പ്രദേശത്തുകൂടെ കർത്താവ് നടകൊള്ളുമ്പോൾ പഴയ നിയമത്തിലെ യെശയ്യാവ് എഴുതിയിരുന്നൊരു വാക്യം എടുത്തെഴുതിയത് സുപരിചിതമാണ്. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് ആ വാക്യം കാണും, വായിക്കണ്ട. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ നിഴലിലിരുന്നവർ വലിയ വെളിച്ചം കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ വാക്ക് നിങ്ങൾ കണ്ടോ? യേശുക്രിസ്തു എന്ന സ്തോത്രം രക്ഷകൻ ആളുകളെ ഉപദേശിച്ചും അവരെ രക്ഷയിലേക്ക് നയിക്കാനായി ദൈവം നിയോഗിച്ചയച്ച യേശു ഗലീലയുടെ മണ്ണിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ പ്രവാചക ഭാഷ ഇതാണ്: ആളുകൾ ഒരു നല്ല മനുഷ്യനെ കണ്ടെന്നല്ല, അവർ ഇരുട്ടിലിരിക്കുകയായിരുന്നു. അതിനർത്ഥം അവിടെ സൂര്യൻ ഉദിക്കാറില്ലായിരുന്നല്ലോ. സൂര്യൻ ഉദിച്ചാലും എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മരണ നിഴല് വ്യാപരിച്ചു നിന്നു. സ്തോത്രം. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ളത് കൊണ്ട് അങ്ങനെ വിശദീകരിക്കുന്നില്ല. എന്തോ ദൈവം എന്നോട് പറയാൻ പറയുന്നു: നീ കാണാത്ത ഏതോ നിഴല് നിന്റെ കുടുംബത്തെ മൂടി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു എന്ന രക്ഷകൻ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പ്രതിപാദിക്കുന്ന ഏത് ഇരുട്ടിനെ മാറ്റുന്ന സ്തോത്രം നീതി സൂര്യനായ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉദിച്ചുയരുന്ന സ്തോത്രം മഹാദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന വെളിച്ചം ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് കയറിയാൽ നിഴല് മൂടി നിൽക്കുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മരണ നിഴലെന്ന് എഴുതിയിരിക്കുന്നൊരു വാക്ക് അവിടെ കണ്ടോ? ഞാനത് എടുത്തു പറയുകയാണ്. ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നിഴലിട്ട് നിൽക്കുന്നു. ആ നിഴൽ ഇന്ന് രാത്രി യോഗം നടക്കുമ്പോൾ ഈ വചനം നിനക്ക് നേരെ വരുമ്പോൾ, ഈ വചനം സൂര്യൻ ഉദിക്കുമ്പോൾ നിഴല് മാറിപ്പോകും. ഇന്ന് രാത്രി നിഴലുകളെ മാറ്റുന്ന ഒരു വെളിച്ചമുണ്ട്. നിന്റെ കുടുംബത്തെ മൂടി നിൽക്കുന്ന, നിനക്ക് മനസ്സിലാകാത്ത, നീ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത, വഴിപാട് കൊടുത്തിട്ടും നേർച്ചകൾ കഴിച്ചിട്ടും മാറാത്ത, നിന്റെ കഴിവിന്റെ പരമാവധി ക്ഷമിച്ച് ഭൂമിയോടെ താണിട്ടും നിന്റെ വീട്ടിൽ മാത്രം സ്വസ്ഥത വരാത്ത ഏതോ നിഴല് മൂടിയ വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പിടവൂരിൽ ഇത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് ആത്മബലത്തോടെ പറയുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ തലയ്ക്ക് മീതെ നിന്ന് ദൈവം ചില നിഴലുകളെ മാറ്റിക്കളയും. ഹല്ലേലൂയ. ചില രോഗമൊന്നും രോഗമല്ലായിരിക്കും. ഞാൻ ഈ പവർ വിഷനോട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും പരിചയപ്പെടുത്തേക്ക് പറഞ്ഞതുപോലെ ഈ കൊറോണ കാലത്ത് സ്തോത്രം, ഞാനൊരു ലോക്കൽ സഭയുടെ പാസ്റ്ററായിരുന്നു. ആളുകളുടെയൊക്കെ വിഷയങ്ങൾ ചിലപ്പോൾ എൻ്റെ സഭയിലെ ആൾക്കാർ വന്ന് പറയാറുണ്ട്. പക്ഷെ പവർ വിഷനോടുള്ള ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. സ്തോത്രം. വിചിത്രവും വ്യത്യസ്തവും ഇതുപോലത്തെ ഭയാനകമായിരിക്കുന്ന പ്രശ്നകലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണോ
മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ആ വിഷയങ്ങൾ കേൾക്കുമ്പോഴാണ് ആത്മഭാരത്തോടെ തിരുവെഴുത്തിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ദൈവ സൂചന തന്നിട്ടുണ്ടോ എന്നുള്ള ചിന്തയോടുകൂടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പല കാര്യങ്ങളും ബോധ്യമാക്കുന്നത് പ്രസംഗങ്ങളും ദൂതുകളുമായിട്ട് പുറത്തു വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേട്ടിരുന്നാൽ തലമരച്ചു പോകുന്ന, മാനുഷിക ബുദ്ധിയിൽ ഒരു സൈക്യാട്രിക് ഡോക്ടർക്കും ഒരു മെഡിക്കൽ ഡോക്ടർക്കും മറുപടി പറയാൻ പറ്റാത്ത, ഒരുപക്ഷെ വിദഗ്ധനായ വക്കീലിനോ ജഡ്ജിക്കോ ഒരു IPS ഓഫീസർക്ക് പോലും എന്തു പറയണമെന്നറിയാൻ പറ്റാത്ത വിചിത്ര വിഷയങ്ങളാൽ നിബിഡമാണ് നമ്മുടെ സമൂഹം. ഇതിൻ്റെ മധ്യത്തിൽ ഞങ്ങളൊരു സത്യം പറയാം, ഇതിൻ്റെ മുകളിലൊക്കെ നിഴൽ മൂടി നിൽക്കുന്ന ചില ശക്തികളുണ്ട്. പ്രാർത്ഥനയിൽ ഈ നിഴൽ നീങ്ങിപ്പോകുമെന്ന് ആത്മാവ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബിന്റെ കൂടാരത്തിലേക്ക് ദൈവം എഴുന്നള്ളി വരുന്നത് 38-ാം അധ്യായത്തിലാണ്. 37-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പോൾ നിന്റെ ആകാശത്ത് വെള്ളി മേഘങ്ങൾ കാണുന്നില്ല, കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. സ്തോത്രം, വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രവാചകന്റെ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്ക്. സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിനകത്തുണ്ട്. ആ വാക്ക് കർത്തൃദാസന്മാരെങ്കിലും വീട്ടിൽ പോയി മനസ്സിരുത്തി വായിച്ചാൽ കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. കുറച്ച് നാൾ, തീയതിയും ഡേറ്റും ആണ്ടുകളും പറയാൻ എനിക്കറിയില്ല, കുറച്ചു നാളുകളായി അതിൻ്റെ ആത്മീക അർത്ഥം ഇതാണ്: അവന്റെ കൂടാരത്തിന്റെ മുകളിൽ ഇരുണ്ട മേഘം പോലെ മൂടി നിൽക്കുകയാണ്. പല തെളിവുകൾ ആ പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ മൂടി നിൽക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ സ്നേഹിതന്മാരെന്ന് പറഞ്ഞ ആളുകൾ ഇവനെ ഉപദ്രവിക്കാൻ വന്നവരല്ല, കുറ്റം പറയാൻ വന്നവരല്ല, കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ വന്നവരല്ല. ആ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇയ്യോബിന് ഇങ്ങനെ ഒരു വലിയ കഷ്ടം വന്നെന്നറിഞ്ഞ് സ്നേഹിതന്മാർ ഒത്തുകൂടി അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അവർ വന്നപ്പോൾ ഇയ്യോബ് ഇരിക്കുന്ന മൂലയിൽ ചാരി ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞും ആ കുടുംബം മരണവീട് പോലെ ഒന്നിനു പുറകെ ഒന്നായി ശവപ്പെട്ടികൾ ഇറങ്ങിപ്പോയി മക്കളും കുടുംബവും നഷ്ടപ്പെട്ട് വിനീത ഹൃദയനായിരിക്കുന്നത് എൻ്റെ ആത്മസ്നേഹിതനെ കണ്ടപ്പോൾ കയറി വന്ന 3 സ്നേഹിതന്മാരും അമ്പരം 7 ദിവസം സ്വത്രം മിണ്ടാതിരുന്നു പോയി. അത്രയ്ക്ക് അഫിഷ്യനും ബന്ധവും ഇയ്യോബിനോട് ഉണ്ടായിരുന്നവർ. അവർക്ക് ഇവനെ ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാ വന്നത്. എന്താ പറ്റിയെന്നറിയാമോ? ഇവന്റെ പുരയിടത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന സ്തോത്രം ഇരുട്ടിന്റെ ശക്തിയുണ്ട്. നിങ്ങൾ ആ പുസ്തകം പഠിച്ചാൽ കാണാൻ പറ്റും. സമാശ്വസിപ്പിക്കാൻ വന്നവരെ പോലും ശത്രുക്കളെ പോലെ ആക്കി തീർക്കുന്ന എന്തോ നിഴലാട്ടം അവിടെയുണ്ട്. അത് നിൽക്കുന്നിടത്തോളം കാലം ഞാനൊരു ദൂത് പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മീക രഹസ്യം പറയാം. അത് മൂടി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിച്ചാലും സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളെ സ്വതന്ത്ര ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചേർത്ത് നിർത്താൻ പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞിനെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല. കാരണം എന്താ? അന്തരീക്ഷം മറ്റേതോ ശക്തി കൈയടക്കിയിരിക്കുകയാണ്. ഞാൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെയുള്ള ആരെയോ രക്ഷിപ്പാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നുകയാണ്. എന്റെ അമ്മാമേ, എന്റെ അച്ചാച്ച, ഈ വിഷയത്തിന് വേറെ മരുന്നില്ല, ഒളിച്ചുകളി നടക്കില്ല, സാറ്റുകളിയും കൊണ്ട് വിടുതല കിട്ടില്ല. നിന്റെ വീട്ടിൽ ഗലീലക്കാര് കണ്ട വെളിച്ചം ഇന്ന് രാത്രിക്കാലം കയറിയാൽ ഇയ്യോബിന്റെ കുടുംബത്തിന്റെ തലയ്ക്ക് മീതെ നിന്നതുപോലെ എന്നും രോഗം, എന്നും കഷ്ടം. വിവാഹം ചെയ്ത് അയച്ച മോള് 6-ാം മാസം ബാഗും തൂക്കി വന്ന് പിന്നെ കോംപ്രമൈസ്, വഴക്ക്, പ്രശ്നം, ഡിവോഴ്സിന്റെ വാക്ക്, കരച്ചില്, കണ്ണീര്. ഇങ്ങനെ ജീവിക്കാനല്ല എന്റെ ദൈവം നിന്നെ കണ്ടത്. അത് അനുവദിക്കാത്ത ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഏത് മനുഷ്യനും ആവശ്യമായ ഈ ദിവ്യ വെളിച്ചത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം ഇവിടെ കയറ്റുകയാണ്. ആവശ്യബോധമുള്ളവർ വ്യാപരിക്കട്ടെ. ദൈവമക്കൾ അരമുറുക്കി സ്വോത്ര
സ്തോത്രം പറഞ്ഞു. ഈ ദേശം വിടുവിക്കപ്പെടും. ഇവിടെ ഏതൊക്കെയോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദേശത്തെ സഹായിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിഴലാട്ടം നടത്തുന്ന പോരുകളെയും പോരാട്ടങ്ങളെയും സഹോദര ബന്ധങ്ങളെ പോലും തച്ചുടയ്ക്കുന്ന, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ ഉലച്ചു കളയുന്ന ഇരുട്ടിന്റെ നിഴലാട്ടങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണിത് എന്ന ബോധ്യത്തോടെ അഭിഷേകമുള്ള ദൈവദാസന്മാർ ഈ ദേശത്ത് നിന്ന് ആത്മാവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വെളിച്ചം ആവശ്യമാണെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, റമന ശകാന ഹംദരക്ഷസിയ, യേശു ഒരു വെളിച്ചാട്ടോ. ആ കരമടിക്കുന്ന കൂടെ നിങ്ങളുടെ കണ്ണടച്ച് ഹൃദയം തുറന്ന് പറ, യേശു ഒരു വെളിച്ചമാണ്. യേശു ഒരു വെളിച്ചമാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുമെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച, ഭക്തിയുള്ള അപ്പന്റെ അമ്മയുടെ മോളായി ജനിച്ച നിനക്കിന്ന് രാത്രി ഇതിന്റെ സാധ്യതയുണ്ട് ബ്രദർ. നീ ഇവിടെ യോഗത്തിന് വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് കേൾക്കുന്നതെങ്കിലും നിനക്കിന്ന് രാത്രി രക്ഷയുണ്ട്. ഈ രാത്രി നീ പണം മുടക്കണ്ട. ഈ രാത്രി നീ വേറെ ആരെയും അന്വേഷിക്കണ്ട. യേശു നിന്റെ മുമ്പിൽ വന്ന് സത്യം പറയുന്നു. സ്വർഗത്തിലെ വചനം നിന്റെ വീട്ടിലേക്ക് അയക്കുന്നു. കർത്താവ് പറയുന്നു, ഈ വെളിച്ചത്തിന് നിന്റെ വീട്ടിലൊരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം എവിടെയൊക്കെയോ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിച്ചം കയറ്റിവിട്ട് ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. ഞാനൊരു വിശ്വാസി എന്ന നിലയ്ക്ക് സ്വത്രം ദൈവമക്കളെ സഹായിക്കാവുന്നതിൻ്റെ പരമാവധി എൻ്റെ വാക്കുകൊണ്ടും ശുശ്രൂഷ കൊണ്ടും ചെയ്യണമെന്ന് ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയ്ക്കും ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു. നിങ്ങളുടെ രോഗം ഒരു രോഗമല്ല, ഒരു ഇരുട്ടിൻ്റെ പിടിയാണെങ്കിൽ എൻ്റെ ഈ ദൂത് കൊണ്ട് ആ രോഗം മാറട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ ഇരുട്ടങ്ങ് മാറട്ടെ ഈ രാത്രി. ഹല്ലേലൂയ. നിന്റെ പൊന്നോമന മോനെ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ വിട്ടു. +2 കഴിയുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പോയ വഴിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഇന്ന് അമ്മ വിളിച്ചാൽ വരില്ല, അപ്പം പറഞ്ഞാൽ കേൾക്കില്ല. ആ നിലവാരത്തിന് ആകപ്പാട് തകിടം മറിഞ്ഞ് നാട്ടിൽ പറയാൻ പറ്റാത്ത വേദനയോടിരിക്കുന്നെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ തലയ്ക്ക് മീതെ ഉന്നം വെച്ച് നിൽക്കുന്ന ഒരു ഇരുട്ടിന്റെ വ്യാപാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ അമ്മമാരോട് പറയാം, അലറി കരഞ്ഞോണ്ട് പറയണോ, നാളേക്ക് മാറ്റി വെക്കരുത്. ഈ ശനിയാഴ്ച രാത്രി എന്റെ കുഞ്ഞിനെ ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അത് ചെയ്യാതിരിക്കുമോ? പരിശുദ്ധാത്മാവേ, ഇതിൽ കൂടുതൽ ഈ കാര്യം എനിക്ക് പറയാൻ അറിയില്ല. അവിടുത്തെ ആത്മാവ് ഇടപെടട്ടെ. അവിടുത്തെ ആത്മാവ് ഇടപെടട്ടെ. എന്റെ ദൈവത്തിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശാസ്ത്രത്തിന്റെ അച്ചും പുള്ളിയും കീറി പറയേണ്ട ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് എനിക്കറിയാം. പക്ഷെ സാധാരണക്കാരായ നിങ്ങളുടെ നടുവിൽ അതിലേക്കൊന്നും പോകാതെ ഞാൻ എൻ്റെ തനതായ ഗ്രാമീണ ഭാഷയിൽ പറയുന്നു, നിങ്ങൾക്കാവശ്യം പണമല്ല, നിങ്ങൾക്കാവശ്യം ഇപ്പോൾ മരുന്നല്ല, നിങ്ങൾക്കാവശ്യം ഈ വെളിച്ചമാണ്. ഈ വെളിച്ചം നിങ്ങളുടെ പ്രശ്നം തീർക്കും. അത് വിടുവിപ്പാൻ അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ 1-2 കാര്യങ്ങൾ പറയാം. പുറപ്പാട് പുസ്തകത്തിൽ ഈ ഇരുട്ടിനെ കുറിച്ച്, എന്നിട്ട് നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യകത ഇരുട്ടിനെ കുറിച്ച് മനസ്സിലാകുമ്പോഴാണല്ലോ ബോധ്യമാകുന്നത്. ദാഹിക്കുന്നവനല്ലേ വെള്ളത്തിൻ്റെ വില അറിയുള്ളൂ. വെയിലത്ത് നടന്നവനല്ലേ തണലെന്താന്ന് മനസ്സിലാകുള്ളൂ. ഇരുട്ടെന്താന്ന് പിടികിട്ടിയാലല്ലേ വെളിച്ചം വേണോ വേണ്ടയോ എന്ന് തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. ഒരു 8:35 ആകുമ്പോഴത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തണം ഇന്ന് രാത്രി. അത് കഴിഞ്ഞ ആത്മാവിൻ്റെ ശക്തിയോടെ ഒന്ന് പാടി ആരാധിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതി സൂര്യൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരണം. ഇത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഹല്ലേലൂയ. ഇത് ആർട്ടിഫിഷ്യൽ ഷോക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന, ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെക്കുന്ന, ഭംഗിക്കുണ്ടാക്കുന്ന വെളിച്ചമല്ല. ഇത് തുളച്ചു കയറുന്ന വെളിച്ചമാണ്.
സ്വത്ര എക്സ്റേ രശ്മികൾ പോലെ നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന രഹസ്യങ്ങളെ പോലും സ്വത്ര ഒരു സ്ക്രീനില്ലാതെ, ഒരു ഫിലിമില്ലാതെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കാൻ കരുത്തുള്ള സ്വത്ര ഏത് ബന്ധന കുരുക്കുകളും മറഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഏത് എക്സ്റേക്കാൾ ശക്തിയുള്ള ഇളിച്ചു കയറുന്ന, തുളച്ചു കയറുന്ന വെളിച്ചമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന വെളിച്ചം. മനസ്സോടെ അനുവദിച്ചാൽ ഇന്ന് രാത്രി യേശു ഇടിച്ചകത്ത് കയറും. നിങ്ങളൊന്ന് വാതിൽ തുറന്നു കൊടുത്താൽ, എൻ്റെ ഹൃദയ കവാടം ഞാൻ തുറന്നു തരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ, ഞാനിതൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല, യേശു സൗഖ്യദായകനാണ്, വിടിവിക്കുന്നവനാണ്, മടങ്ങി വരുന്നവനാണ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഞാൻ ഇന്ന് രാത്രി കേൾക്കുന്നു, എനിക്കങ്ങേ ആവശ്യമാണെന്ന് പറഞ്ഞാൽ സ്വർഗം അത് ചെയ്തിരിക്കും. പുറപ്പാട് പുസ്തകത്തിനകത്ത് മിസ്രയീമിൽ ഇസ്രായേൽ മക്കളായിരിക്കുന്ന തലത്തിൽ സ്തോത്രം ഹല്ലേലൂയ 10-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചു കൊടുത്തേരെ. 10-ാം അധ്യായം പുറപ്പാട് പുസ്തകം 21, 22, 23 വാക്യങ്ങൾക്കകത്ത് അവിടെ ഒരു തരം ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കിന്ന് രാത്രി ഇവിടെ അത് ആവശ്യമാണെന്ന് പറയുന്നു. ആ വാക്യം ഒന്ന് പറയാം. പുറപ്പാട് 10:21 മുതൽ എന്താ എഴുതിയിരിക്കുന്നേ? അപ്പോൾ യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന്, ഇരുട്ടിന്റെ പ്രത്യേകത നോക്കിയേ, സ്പർശിക്കത്തക്ക ഇരുട്ടുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്ക്, മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ എന്ത് പറ്റി? മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എഴുന്നേക്കാൻ പറ്റിയില്ല. മതി. സ്തോത്രം. കേട്ടെ, വേറെ തരം ഇരുട്ട. ഞാൻ ഇരുട്ടിന്റെ പ്രത്യേകത പറയുക ഈ വാക്യത്തിലൂടെയൊക്കെ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, മിസ്രയീമിൽ വെച്ചൊരു പ്രത്യേക തരം ഇരുട്ടുണ്ടായി. ആ ഇരുട്ടിൻ്റെ പ്രത്യേകത, ഇരുട്ടിനെ സ്പർശിക്കാം. ഇപ്പോൾ സ്തോത്രം, ഈ വെളിച്ചം ഓഫാക്കിയാൽ അവിടെയൊക്കെ ഇരുട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന് തൊടാൻ നോക്കിയാൽ പറ്റിയാൽ. എനിക്ക് ഈ പുൽപ്പിറ്റിൽ തൊടാം, ഈ തൂണെ തൊടാം, എൻ്റെ പുറകിരിക്കുന്ന ദൈവദാസന്മാരെ തൊടാം. തൊടുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇരുട്ടിനെ ഇവിടെയൊന്നുമുള്ള രാത്രി കൂറ്റാക്കൂറ്റ് ഇരുട്ടാന്നൊക്കെ പറഞ്ഞാലും വാതിലടച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെ തൊടാൻ പറ്റിയല്ല, സ്പർശിക്കാൻ പറ്റിയല്ല. പക്ഷെ അവിടെ ഉണ്ടായ കൂരിരുട്ടിൻ്റെ പ്രത്യേകത, ഇരുട്ടിനെ ഇങ്ങനെ തൊടാം. ഇത് ഇരുട്ടാണ്, ഇങ്ങനെ തൊടാം. കൈ ചലിക്കുമ്പോഴെല്ലാം മുട്ടുന്നു ഇരുട്ടിനെ. അങ്ങനെ ഒരു തരം ഇരുട്ട്. ആ ഇരുട്ട് വ്യാപരിച്ചാൽ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, ഒരുത്തൻ കാണാൻ വയ്യ, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ വയ്യ, പൂട്ട് വീണതുപോലെയായി. സ്തോത്രം. ഓർത്ത് നോക്കിയേ, ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഖനീഭവിച്ച ഇരുട്ട് വന്നങ്ങ് മൂടി. സ്തോത്രം. സിമന്റ് കോൺക്രീറ്റ് ഇട്ടതുപോലെയാ. പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല ആഗ്രഹിച്ചാലും. മനസ്സുകൊണ്ട് നിമ്മ ചെയ്യാമോ? അങ്ങനെ ഒരു ഇരുട്ടുണ്ട്. സ്തോത്രം. ഇത് ദൈവം അയച്ചതാണ്. പക്ഷെ അങ്ങനത്തെ ഇരുട്ട് കയറിയാൽ ഉപവാസം കൊണ്ടൊന്നും അത് പൊട്ടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഞാൻ സത്യം പറഞ്ഞോട്ടെ, തുറന്നു പറഞ്ഞോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലൊക്കെ വീട്ടിൽ വന്ന് 10 മിനിറ്റ് ഇരുന്ന് നാരങ്ങ വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ടൊന്നും അങ്ങനെ പൂട്ട് വീണ ഇരുട്ട് പൊട്ടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗമൊക്കെ ഇന്ന് രാത്രി പോരുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ തന്നു വിട്ടത് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒതുങ്ങിപ്പോകത്തക്ക രീതിയിൽ ഞാൻ പറയുന്നത് ആത്മീകമാണ്. അങ്ങനത്തെ ചില ഇരുട്ട് കുടുംബത്തിൽ വീണാൽ, സ്തോത്രം, മുറിവിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളതിനെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ പല ഭാഗത്തുനിന്ന് പലതരം റിപ്പോർട്ടായിരിക്കും. പ്രാർത്ഥിക്കുന്നവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ അതിനെക്കുറിച്ചൊരു ദൂത് പറയും. എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ പറയും. ചിലത് സത്യമായിരിക്കും, ചിലത് ശരിയായിരിക്കും എനിക്ക് തോന്നുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുപോയി ഒരു വണ്ടി വിളിച്ച് സ്തോത്രം കൊണ്ടിരുത്തി അവർ സ്കാൻ ചെയ്ത് പരിശോധിച്ചാൽ അവർ ചിലപ്പോൾ തരുന്ന റിപ്പോർട്ട് വേറെ ഒന്നായിരിക്കും. സ്തോത്രം. ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് നിങ്ങൾ സൈക്കാട്രിക് ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്നത് വേറൊരു തലമായിരിക്കും. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫയൽ കണക്കിന് റിപ്പോർട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നിങ്ങളോട് ദൂത് പറയുന്നു, ഈ ഇരുട്ട് മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ പദ്ധതിയുണ്ട്.
ഇന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞു വിട്ടത്, ചില പിള്ളേരെയൊക്കെ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചിട്ട് അവൻ അകത്ത് കയറി മുറിയടിച്ചാൽ പല്ല് തേക്കത്തില്ല, ഷേവ് ചെയ്യത്തില്ല, ആഹാരം കഴിക്കത്തില്ല. സ്വത്രം ആ ഒരു വിധത്തിൽ മറ്റൊരു ലോകത്തിൽ ഇരുട്ട് കയറി കനീഭവിച്ചിട്ട് രക്തബന്ധങ്ങളെ പോലും കാണാൻ ആഗ്രഹമില്ലാതെ ഒതുങ്ങിപ്പോയ നിലവാരത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ പുറത്തു പറയാൻ പറ്റാതെ ഈ നാട്ടിൽ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സഭയും ഈ സെന്ററിന്റെ പ്രിയപ്പെട്ടവരും ഈ യോഗോടെ വെച്ചത് നിങ്ങൾ ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് തീരാനല്ല, അതിനെ പ്രകാശിപ്പിക്കുന്ന ആ ഇരുട്ടിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ്. സ്വർഗം ഇന്ന് രാത്രി ആത്മാവിലെ ശക്തിയോടെ എന്റെ കഴിവിന്റെ പരമാവധി ഇത് ഗ്രഹിച്ച് പൊക്കിക്കൊണ്ടുവരാൻ ചില പാടാന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇന്ന് രാത്രി ഞാൻ തോറ്റുകൊടുക്കാതെ വാശിയോടെ ചിലരെ കൈപിടിച്ച് കയറ്റാൻ, ചില തലമുറകളെ ഊരിയെടുക്കാൻ, ഈ വെളിച്ചത്തെ ഏത് വിധേനയും ഇന്ന് രാത്രി ഇവിടെ ഇറക്കിക്കൊണ്ടുവരാൻ, ഇരുട്ടിനെ തോൽപ്പിക്കാൻ. ഹല്ലേലൂയ. ചുടാരാബ ശന്തരാധ ലക്ഷസ്യ. പൂട്ടിപ്പോയ, അടച്ചുപോയ, കെട്ടപ്പെട്ടു പോയ, സ്വത്രം ഒതുങ്ങിപ്പോയ നിങ്ങൾ ആളുകളുടെ വിഷയം അറിയാൻ തുടങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം. സ്വത്രം അപ്പോൾ അറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഹല്ലേലൂയ. സ്വത്രം പൂട്ടിക്കളഞ്ഞു, ബന്ധിച്ചു കളഞ്ഞു. എത്രയോ അപ്പനമ്മമാരെ ഓൺലൈനും കൂടി ഉണ്ട്. പറഞ്ഞാൽ സ്വത്രം നിങ്ങളുടെ ആരെങ്കിലും വിഷയമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്നറിയില്ല. സ്വത്രം ഹല്ലേലൂയ. സൗന്ദര്യത്തോടും തേജസ്സോടും കൂടെ ഒറ്റ പുത്രിയായി വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞുങ്ങളെയൊക്കെ സ്വത്രം പഠിക്കാൻ വിട്ട സ്ഥലത്ത് നിന്ന് സ്വത്രം അമ്മയോടും അപ്പനോടും എല്ലാ ദിവസവും വിളിക്കും, എല്ലാ ദിവസവും വീണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അറിഞ്ഞും പറഞ്ഞും വന്നപ്പോഴാണ് ചില ട്രാപ്പിനകത്ത് വീണു. സ്വത്രം ഞാൻ പറയട്ടെ, രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുകയാണെന്ന് കൂട്ടുകാരിയെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ട് ഇന്ന സ്ഥലത്താന്ന് എത്തി. ഉടുതുണി പോലും മാറാതെ അപ്പനും അമ്മയും കൂടി നെഞ്ചു തിരുമി അവിടെ ചെന്ന് നൊന്ത് പറ്റിയ അമ്മയെ കണ്ട് പോലീസ് ഓഫീസർ, ഇത് നിന്റെ അമ്മയല്ലേ, കൂടെ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞു, സ്വത്രഹല്ലര് ഞാൻ അറിയില്ലെന്ന്. സ്വത്രഹല്ലര് കല്ല് ചുമ്മിയും മണ്ണ് ചുമ്മിയും മറേബ്യൻ രാജ്യത്ത് കഷ്ടപ്പെട്ടു സ്വത്രം ചൂടത്ത് വെച്ച മൺപാത്രം പോലെ പണിയെടുത്ത് വളർത്തിക്കൊണ്ട് വന്ന പൊന്നോമന പുത്രിയെ അപ്പൻ മോളെ എന്ന് വിളിച്ചപ്പോൾ ചെവി പൊത്തിക്കളഞ്ഞെന്ന്. ഇന്ന് രാത്രിക്കാലം ഞാനൊരു ദൂത് പറയാം. സ്വത്ര കുഞ്ഞുങ്ങളെ മാത്രം പറയണ്ട, ഇതുപോലെ പൂട്ടിക്കളയുന്ന ഇരുട്ടുണ്ട്. ഈ ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല 4 സ്വത്രം പറഞ്ഞു, എന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ഇതുപോലത്തെ ഇരുട്ട് പോകുന്ന വഴിക്ക് അവരെ തുടരുത്. ഇന്ന് രാത്രി യേശു എന്ന വെളിച്ചമില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാം. എത്ര മിടുക്കനാണെങ്കിലും എത്ര മിടുക്കിയാണെങ്കിലും നിങ്ങൾ ചങ്കെടുത്ത് കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയതാണെങ്കിലും ഈ വെളിച്ചം കുഞ്ഞുങ്ങളുടെ അകത്ത് കയറാതെ, ഈ വെളിച്ചം സ്വത്രം നിങ്ങളുടെ വീട്ടിൽ കയറാതെ, പണം കൊണ്ടും പത്രാസ് കൊണ്ടും ജീവിതം അങ്ങേത്തല എത്തിക്കാമെന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ, പിടവൂരുകാരെ, പത്തനാപുരംകാരെ, ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയാം, അത് അപകടമാണ്, അപകടമാണ്. ഇരുട്ട് അതിന്റെ തനതായ പണി ആവോളം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിന്റെ പണി അതിന്റെ രീതിയിൽ ഇരുട്ട് ചരിയുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്നോർത്ത് ശീതീകരിച്ച മുറിക്കകത്ത് വില കൂടിയ കാറും പോർച്ചിലിട്ട് കാലും കയറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കി വിമർശിച്ചും സ്വത്രം അതല്ലെങ്കിൽ വരുമ്പോൾ ഞാനൊന്നിനുമില്ല, ഗുണത്തിനുമില്ല, ദോഷത്തിനുമില്ലെന്നും പറഞ്ഞ് ജനാലെ കൂടെ 500 രൂപ എടുത്തു കൊടുത്ത് ഒഴിവാക്കി വിടുന്നൊരു പ്രവണത നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ദൈവം അയച്ച മനുഷ്യൻ എന്ന ചാരിതാർത്ഥ്യത്തോടെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയുന്നു, നാളെ കരയേണ്ടി വരരുത്. നിങ്ങൾക്ക് ഈ ജീവനും നിങ്ങൾക്ക് യേശുവിനെ ആവശ്യമാണ്. ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വെളിച്ചമില്ലാതെ കുഞ്ഞുങ്ങളെ വിടരുത്. എൻ്റെ ഒരു ശുപാർശ പറയാം. നിങ്ങൾ മതം മാറുന്നോ സഭ മാറണമെന്നൊന്നും പറയാനല്ല വന്നേ. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി കൈകാര്യം ചെയ്യാൻ കൃപയുള്ള ദൈവദാസന്മാരുണ്ട് ഇവിടെ. നിങ്ങളിതൊക്കെ ചൂടാറി ഒരു ശാന്തമായ ദിവസം വൈകുന്നേരം ഒന്നുകിൽ സ്വത്രം ദഹത്തെ വിളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മക്കളെ കൂടി ബോധവൽക്കരിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ദൈവിക കൃപയിൽ നിൽക്കുന്നവരുമായി സമ്പർക്കം പുലർത്തി നിങ്ങൾ ആ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ സൂര്യനെ അകത്ത് നേടിയിട്ടേ ഇനി മുന്നോട്ട് പോകാവൂ. ഈ വെളിച്ചം ഏത് മനുഷ്യനും വേണ്ടതാണ്. ഇതൊരു പ്രത്യേക മതക്കാർക്ക്, അത് ഏത് മനുഷ്യനെന്ന വാക്ക് കണ്ടോ,
ഇതേതോ പ്രത്യേക മതത്തിനോ പ്രത്യേക വിഭാഗത്തിനോ മാത്രമുള്ളതല്ല. ഏത് മനുഷ്യനും, ഏത് സഭയാകട്ടെ, ഏത് മതമാകട്ടെ അനിവാര്യമാണ്. ഇനി അധികം പറഞ്ഞു നിൽക്കാൻ നേരമില്ല. 1-2 വാക്കോടെ ഞാൻ പറയാം. പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് സ്തോത്രം 2 പത്രോസ് 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിനകത്ത് ഈ ഇരുട്ടിൻ്റെ ഭയാനകതയുടെ മറ്റൊരു രൂപം തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. ആ വാക്യോടൊന്ന് വായിച്ചു കേൾപ്പിക്കും. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്, ആ വാക്ക് കേട്ടോ, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. മതി. സ്തോത്രം, ഹല്ലേലൂയ. ദൂതന്മാരെ കുറിച്ചൊരു അവലോകനം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടോ? ഒറ്റ കാര്യം പറയുമ്പോൾ ചില ചിന്തയകത്തേക്ക് വരും. ഒരു ദിവസം അശൂർ പട്ടാളം ഇസ്രായേലിന് വിരോധമായി, യഹൂദയ്ക്ക് വിരോധമായി യുദ്ധത്തിന് വേണ്ടി താഴ്വാരത്ത് അണിനിരന്ന് കിടക്കുകയാണ്. യുദ്ധകാഹളം മുഴക്കി. അന്നത്തെ രാജാവ് ദൈവത്തോട് വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, പേടിക്കാതെ വീട്ടിൽ പൊക്കോ, കാര്യം ദൈവം നോക്കിക്കോളാം, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ച രാജാവ് വീട്ടിൽ പോയി. ആ രാത്രി ദൈവം സ്വർഗത്തിൽ നിന്നൊരു സൈന്യത്തെ വിട്ടെന്നല്ല, ഒരു ദൂതനെ വിട്ടു. ഒരു ദൂതനെ വിട്ടപ്പോൾ 1,85,000 ആഹാരം കഴിക്കാതെ ശരീരം ഒട്ടിക്കിടന്ന ആളുകളല്ല, അശൂർ പട്ടാളത്തെ തട്ടിക്കളഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് ഒരു ദൂതന് സ്തോത്രം 1,85,000 പേരെ തട്ടിക്കളയാൻ പറ്റി. വെളിപ്പാട് പുസ്തകം 20-21 വായിച്ചിട്ടുള്ളവർക്കറിയാം. സ്വർഗത്തിൽ നിന്ന് സ്തോത്ര അഗാധകൂപത്തിൻ്റെ താക്കോലും ചങ്ങലയുമായിട്ടൊരു ദൂതൻ ഇറങ്ങി വന്നു. സ്തോത്രം സാത്താനെ പിടിച്ച് അഗാധകൂപത്തിനകത്ത് അടച്ചു. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്നു. ഗബ്രിയേലല്ല, മീഖായേലല്ല, സാധാരണ പേര് പറയാത്തൊരു സാധാ ദൂതൻ. ആ ദൂതൻ വന്നു. ദൂതൻ്റെ ഒരു കയ്യിൽ താക്കോലും ചങ്ങലയും, ഒരു കയ്യേ ബാക്കിയുള്ളൂ. ആ ഒരു കൈ കൊണ്ട് സാത്താനെ പിടിച്ചു. നമ്മൾ ഉപദേശിമാരടക്കം വീട്ടിൽ വന്ന് വാനോളം പുകഴ്ത്തുന്ന ഈ സാത്താനെ ദൂതൻ ഒരു കൈ കൊണ്ട് പിടിച്ച് തവളയെ പിടിച്ചിടുമ്പോൾ ഇടാനുള്ളതേ ഉള്ളൂ. അങ്ങനെ വിശ്വസിച്ചൊരു സ്തോത്രം പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾ രക്ഷപ്പെട്ടേനെ. സ്തോത്രം. നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരവും ദൂതനെയും തട്ടിയിട്ട് വന്നവനായി ഇരിക്കുന്നതെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് അഗാധകൂപത്തിനകത്തേക്ക് കോഴിയെ പിടിച്ച് കൂട്ടിലിടും പോലെ അമ്മമാര്, അത്രയേ ഉള്ളൂ. അതാ ദൂതൻ. ആ ദൂതന്മാരെ നമുക്ക് കാവൽ തന്നെന്നാ നമ്മുടെ ഉപദേശിമാർ പഠിപ്പിച്ചേ. എന്നിട്ട് ആ ദൂതന്മാരെയും പറ്റിച്ചുകൊണ്ട് നമ്മളെ പൂട്ടിയിട്ട് പോയി എന്നാണ് അടുത്ത ഉപദേശി വന്നിട്ട് പഠിപ്പിച്ചേ. സ്തോത്രം. ഇതെല്ലാം കൂടി ശരിയാകണമെങ്കിൽ വചനം പഠിക്കണം, സത്യം അറിയണം. ഞാൻ പറഞ്ഞൊരു ദൂതന്റെ ശക്തിയാണ്. ആ ദൂതന്മാരെ എൻ്റെ ദൈവം അന്ധതമസിന്റെ ചങ്ങലക്കിട്ടു. ദ ചെയിൻ ഓഫ് ഡാർക്ക്നെസ് എന്നാ കൊടുത്തിരിക്കുന്നേ. ഇരുട്ടിന്റെ ചങ്ങല. ഇരുമ്പ് കൊണ്ടോ ഉരുക്ക് കൊണ്ടല്ല, ഇരുട്ട് കൊണ്ടൊരു പൂട്ട് കൂട്ടി ദൈവം. ഇന്നും ആ കെട്ടഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുക. സ്തോത്രം, മനസ്സിലായോ? അപ്പോൾ ലോകത്തിൽ ആർക്കും നൂറ്റാണ്ട് കഴിഞ്ഞാലും പിതാക്കന്മാരുടെ കാലം മുതൽ തലമുറ മാറിയാലും അഴിയാത്ത രീതിയിൽ പൂട്ടാൻ കഴിയുന്ന ഇരുട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നിങ്ങളെ ആകപ്പാടെ സ്തോത്രം തലച്ചോറ് പഠിപ്പിച്ചിട്ട് പോകാൻ വന്നതല്ല. ഇരുട്ടല്ല ഇന്ന് പ്രസംഗിക്കാൻ വന്നത്. പക്ഷേ വെളിച്ചം പറയണമെങ്കിൽ ഇത് വേണമായിരുന്നു. ഇത്രയ്ക്ക് ശക്തമായ ഇരുട്ടിനെ പോലും മഞ്ഞുരുക്കുന്നത് പോലെ ഉരുക്കുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ ഇന്ന് രാത്രികാലം ഈ സ്തോത്രം കൺവെൻഷൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം ആവശ്യക്കാരന് വേണ്ടി ഇവിടേക്ക് അയക്കുന്നുണ്ട്. സ്തോത്രം. ഒറ്റ തെളിവ് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കണം. ആരും ഈ ആരാധനയും പാട്ടൊന്നും കഴിയാതെ പോകരുത്. സ്തോത്രം. ഇച്ചിരി നേരത്തെ അറിഞ്ഞുകൊണ്ട് 4-5 മിനിറ്റ് നേരത്തെ ഞാൻ പ്രസംഗം നിർത്തി തരാം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇന്ന് രാത്രികാലം ഈ ദൂത് കേട്ടിട്ട് മനസ്സ് തുറന്ന് കൈയടിച്ച് പറ്റുമെങ്കിൽ നൃത്തം ചെയ്ത് അടുത്ത് നിൽക്കുന്നവരെ മറന്നൊന്ന് ആരാധിക്കണം.
രണ്ടു കൂട്ടര്. ഒന്ന്, ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞതെങ്കിലും ദൈവമേ, ഇത്ര വലിയ ബന്ധനത്തിൽ നിന്ന് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ അപ്പച്ചൻ്റെ കാലം മുതൽ ഞങ്ങൾക്ക് കിട്ടിയ വിടുതല് ഇത്ര വലുതായിരുന്നല്ലോ എന്നോർത്ത് ഇരിക്കുന്നതോ നിൽക്കുന്നതോ മറന്ന് ആരാധിക്കണം. രണ്ടിന്ന് രാത്രി ദൂതേറ്റെടുത്ത ദൈവമക്കൾ, ഇനി മുന്നോട്ടുള്ള സമയത്ത് നിനക്കത് ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കണം. ഇത് രണ്ടും കൂടി ഇന്ന് രാത്രി സംയുക്തമായി ചേർന്ന് നമ്മുടെ കൊയറിനോട് ചേർന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ആ വെളിച്ചം ഇവിടെ ഇറങ്ങി വരും. തെളിവ് പറയാം, അതിൽ കൂടുതൽ സമയമില്ല. നിങ്ങൾക്കറിയാം, സഭയെ 1-ാം നൂറ്റാണ്ടിൽ ഉപദ്രവിച്ച് മുടിച്ച് ചോരത്തെളുപ്പോടുകൂടെ മുച്ചൂട് മുടിച്ചു കളയാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി അധികാരപത്രവുമായി യെരുശലേമിലെ സഭകൾക്ക് നേരെ അടരാടിയിട്ട് ദമസ്കോസിലെ സഭയിലേക്ക് ഒരു വാഹനമൃഗത്തിൽ കൊടുങ്കാറ്റ് പോലെ കയറി വന്ന ശൗലിനെ നിങ്ങൾക്കറിയാലോ. അദ്ദേഹം കൂടെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ ചരിത്രമായിട്ട് എഴുതിയിട്ട് 3 ഭാഗത്തും എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. വാക്കിതാണ്: നട്ടുച്ച നേരത്ത് പ്രതാപത്തോടുകൂടെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ദമാസ്കസിലെ കൊച്ചു സഭയെ പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടെ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇറങ്ങി വന്ന ശൗല് നേരെ ദമസ്കോസ് പട്ടണത്തിന്റെ പട്ടണ കവാട തല ഉയർത്തി നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ നട്ടുച്ചയ്ക്ക് തലക്ക് മീതെ സൂര്യൻ കത്തിക്കാടി നിൽക്കുമ്പോൾ ആ സൂര്യനെ വെല്ലുന്ന ഭയങ്കരം ഒരു പ്രകാശം, പൗലോസ് പറയുന്നു, അങ്ങനെ ഒരു പ്രകാശം എന്നെ ചുറ്റി മിന്നി. ആ വാക്കിങ്ങനെയാണ്: എൻ്റെ കൂടെ നിന്ന് പലരും ശബ്ദം കേട്ടു എങ്കിലും എന്നെ ചുറ്റി മിന്നി. ഇന്ന് രാത്രി ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു കൂട്ടത്തെ ചുറ്റി മിന്നുകയല്ല, ആ കൂട്ടത്തിനകത്ത് ഒരുത്തനെ മാത്രം ചുറ്റി മിന്നി. ഞാനൊരു ദൂത് പറയാം എൻ്റെ പ്രിയപ്പെട്ടവരോട്. അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും കൊച്ചുമക്കളും നാത്തൂനും ഒക്കെയായി ഒരുമിച്ച് പോകുന്ന കുടുംബത്തിനകത്ത് ചിലപ്പോൾ എല്ലാരെയും ഒരുമിച്ച് വെളിച്ചം ചുറ്റി മിന്നിന്നിരിക്കില്ല. അമ്മച്ചിക്കായിരിക്കും ഈ പ്രകാശനം കിട്ടിയത്. ജോലിക്ക് പോയ അച്ചാച്ചന് ഗൾഫിൽ വെച്ചായിരിക്കും ഈ പ്രകാശനം കിട്ടിയത്. പഠിക്കാൻ പോയ പെൺകുഞ്ഞിന് ബാംഗ്ലൂരിൽ വെച്ച് ക്ലാസ്മേറ്റ് ആയിരുന്ന പാവപ്പെട്ട പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി കാരണം ഈ പ്രകാശനം കിട്ടിക്കാണും. ആരെയാണോ ഈ വെളിച്ചം ചുറ്റിമിന്നുന്നത്, അവരിന്ന് രാത്രി ആ വെളിച്ചത്തെ സ്വീകരിച്ചാൽ അവരും നിമിത്തം ഒരു വലിയ കൂട്ടത്തെ സ്വർഗ്ഗം ഈ വെളിച്ചത്തിലേക്ക് എത്തിക്കുമെന്ന് എൻ ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചിട്ട് പോകുകയാണ്. പിടവൂര് സഭയോടും പത്തനാപുരം സെന്ററിനോടും രാത്രികാലം ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളെ ഈ പ്രകാശം കുറച്ച് നാളായി ചുറ്റിക്കൊണ്ടിരിക്കുക. ഇതിനകത്തിരിക്കുന്നവരോ പുറത്തുനിന്ന് കേൾക്കുന്നവരോ നിങ്ങളെ തന്നെ ഒരു നിമിഷം വിവേചിക്കുക. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. വിവേചിക്കുക. നിങ്ങളെ പതിവിനപ്പുറം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന, എല്ലാവരും പോയി കഴിയുമ്പോൾ ഒറ്റക്കിരുന്ന് ഉപവസിക്കാൻ ജീവിത പങ്കാളി പോലും അറിയാതെ വൈകുന്നേരം വരെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്ന, വേദപുസ്തകം എടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, എവിടെയൊക്കെയോ ഒളിച്ചും പാത്തുമാണെങ്കിലും എന്തൊക്കെയോ കാരണം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു അസാധാരണ പ്രേരണ നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആത്മീക ഭാഷ ഞാൻ പറയാം, നിങ്ങളെ ഈ പ്രകാശം ചുറ്റി മിന്നുന്നുണ്ട്. ഇന്ന് രാത്രിക്കാലം കൂടെ നിൽക്കുന്നവർക്ക് വെളിച്ചം കിട്ടിയോ? കൂടെ വന്നവര് വെളിച്ചം കണ്ടോ? ഇതല്ല വിഷയം. എന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് രാത്രി എന്റെ ചുറ്റും മിന്നുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ തെളിയുന്നുണ്ട്. ആ പ്രകാശം ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം തിരിച്ചറിവിന് പ്രായമായെങ്കിൽ, നിന്റെ അകത്ത് മിന്നിത്തെളിയാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ തീയെ കടുത്തരുത്, ആ വെളിച്ചത്തെ തള്ളി മാറ്റരുത്. ഞാൻ അവസാനിപ്പിച്ച് ഒന്നിച്ചൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. സ്തോത്രം. ആ വാക്കിൻ്റെ ചില ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: പ്രകാശിപ്പിക്കുക എന്നുള്ളത്. തനതായ മലയാളത്തിൽ ഞാൻ ആ പ്രസംഗം തീർത്തു. അവസാനമായി ഒരൊറ്റ വാക്കോടെ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ മനസ്സിൻ്റെ മടിത്തട്ടിൽ കിടക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ വാക്കോടെ പറഞ്ഞിട്ടിട്ട് ഞാൻ എൻ്റെ വേലസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാം. ആ പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിന് സ്തോത്രം ചില ഇംഗ്ലീഷ് വേഷം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഷൈൻ ചെയ്യിപ്പിക്കുക, ഷൈനിങ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ശോഭിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനൊരു വാക്ക് പറയാം. ഞാനാണ് ആ വാക്ക് പറയുന്നതെങ്കിൽ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ശോഭിക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞാൽ
അതിനർത്ഥം എന്താ? സ്തോത്രം, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നതല്ല, എനിക്കൊരു പദവി കിട്ടി, എന്നെ ഒരു പാസ്റ്ററാക്കി, പക്ഷെ ശോഭിക്കാൻ പറ്റിയില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങൾ 20 കൊല്ലമായി ആ സ്ഥാനത്തിരിക്കുന്നു. ഏത് ഭാര്യ എന്ന സ്ഥാനത്ത്? ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്, സത്യം പറയണം. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് ശോഭിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ആ സ്ഥാനത്ത് ശോഭിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഭർത്താവ് എന്ന നിലയ്ക്ക്, സ്തോത്രം, ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക്, ഒരപ്പനെന്നൊക്കെയുള്ള പദവി എന്ന പദവി എന്നറിയാമോ? ആ പദവിയിൽ ശോഭിച്ചാൽ നിങ്ങളെ 4 തലമുറ കഴിഞ്ഞാൽ പോലും മറക്കുകയല്ല. ചില അപ്പന്മാരെ ഓർക്കുന്നതേ പിള്ളേർക്ക് ഞെട്ടല. കാരണം ആ പദവിയിൽ ആ മനുഷ്യൻ ശോഭിച്ചില്ല. കുടിച്ചും തിന്നും ആക്രോശിച്ചും അട്ടഹസിച്ചും ആ പദവി ദുരുപയോഗപ്പെടുത്തി. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിരിയാം. നിങ്ങൾക്ക് ദൈവം തന്ന ആയുസ്സിൽ നമ്മൾ ഓരോ പദവിയിലാണ്. ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു മോനാണ്. ഈ പദവിയിലൊക്കെ എൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ മകനെന്ന മൂത്ത മോനെന്ന നിലയ്ക്ക് അവരുടെ മുമ്പിൽ ശോഭിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എത്ര പ്രസംഗിച്ചാൽ അവരുടെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ മേത്ത് കിടന്നാൽ അതെന്നെയൊക്കെ ബാധിക്കും. നമുക്ക് എല്ലാ മേഖലയിലും ശോഭിക്കണം. നിങ്ങൾ കർത്തൃദാസന്മാരോ ശുശ്രൂഷകന്മാരോ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ ആരുമാകട്ടെ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള ആയുസ് എനിക്ക് തന്ന ജീവിതം, എത്രയോ പേരുടെ കല്യാണം കഴിയാതെ പോയി, എത്രയോ പേർക്ക് മക്കൾ ജനിക്കാതെ പോയി. സ്തോത്രം, നമുക്ക് കുടുംബജീവിതം തന്നു, നമുക്ക് മക്കളെ തന്നു, നമ്മൾ വെല്ലുമ്മച്ചിമാരായി വെല്ലുപ്പച്ചന്മാരായി. ഈ പദവിയിൽ ശോഭിക്കാൻ പറ്റണം. നിങ്ങൾക്കത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ ശോഭിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് ഇന്ന് രാത്രി മക്കളെ പഠിക്കാൻ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിന്നെ ശോഭിപ്പിക്കുന്നൊരു വെളിച്ചമുണ്ട്. യേശുവാണത്. ആ കർത്താവിനെ നിങ്ങൾ മുറുകെ പിടിച്ചു കൊണ്ടുപോയാൽ നീ പരാജയമായിരിക്കത്തില്ല, നീ വിജയമായിരിക്കും. എത്ര പേർക്ക് ആ ഉറപ്പുണ്ടവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ, ഒന്നോടെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ.